ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മളെ വണ്ടി നമ്മൾ ഇന്നും ഇവിടെ തന്നെ ആയി. ഇപ്പം പറഞ്ഞതിനോട് ഇന്നെങ്കിലും ഇപ്പം പറഞ്ഞാൽ ഇവിടുന്ന് ലോഡ് ഇറക്കി പോകണം. ഞാൻ ഇതിൻ്റെ ഏജൻറ്റിനൊക്കെ വിളിച്ച് ഡീലാക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ നമുക്ക് എന്താക്കി ഇറക്കി തരാമെന്നും ഏത് സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഏതാവുന്നുള്ള ഒന്നും അറിയില്ല. ഞാൻ ഇന്നലെ ഷോർട്ട്സായിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. എന്താ വെച്ചാൽ ഇന്നലെ അപ്പം പറഞ്ഞതിനോട് ലോഡ് ഇറക്കാത്തതുകൊണ്ട് ഇപ്പം പറഞ്ഞതിനോട് നമ്മളെ വണ്ടി ആർന്നെടുത്തതാ ഇവിടെ ഒരു മരത്തിൻ്റെ ഇവിടെ ഇന്നലെ രാത്രി കൊണ്ടിട്ടാട്ടോ. ഇവിടെയാണെങ്കിൽ അടുത്ത് ഹോട്ടൽ, ബാത്റൂം പോകാനുള്ള സൗകര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് നീങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വഴിയാ നോക്കാം. നമ്മളെ ഈ വണ്ടീൻ്റെ അകത്തുള്ള ലോഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണെന്നുള്ളത്. നമ്മളെ ആകാശത്തൊട്ടില്ലേ, ആകാശത്തൊട്ടിൻ്റെ ചെറുത് അതാണ് ഇതിൻ്റെ അതിൽ. ഇപ്പം പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, തോണി തന്നെ. ഇത് പുള്ളിക്കാരൻ്റെ പണിക്കാരനാണ്. ഇത് ഇവൻ്റെ കുഞ്ഞനല്ല, ഇതിൻ്റെ മുതലാളീൻ്റെ കുഞ്ഞനാ. ഇതിൻ്റെ മുതലാളീൻ്റെ വണ്ടി കേട്ടോ, സാൻട്രോ, കർണാടക രജിസ്ട്രേഷനാണ്. ഇപ്പം പറഞ്ഞാൽ ഇവർക്ക് ഇപ്പം പറഞ്ഞാൽ ഒരുപാട് പൈസയുള്ള ആൾക്കാരാട്ടോ ഇവരൊക്കെ. ഇപ്പം നമ്മളെപ്പോലെ പാവപ്പെട്ട ആൾക്കാരൊന്നുമല്ല, നല്ല ക്യാഷ് ടീമാണ് ഇവർക്ക്. ഇപ്പോൾ സ്വന്തമായിട്ട് എന്താ പറയുക, നമ്മളവിടെ നിന്നപ്പം വേറെ ലോറി കയറ്റിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ല, അതൊക്കെ മൂപ്പര് തന്നെയാണ്. വേറെ മറ്റൊരു പണിക്കാരെ പോലെ വെച്ചെന്നുള്ളൂ. ഇപ്പം നമ്മൾ പാലക്കുന്ന് എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോച്ചേൻ്റെ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ലിമിറ്റഡ് അങ്ങനെ എന്തോ സംഭവമുണ്ട്. ടെക്സ്റ്റൈൽസ് ഉണ്ട്, പെയിൻറ്റിൻ്റെ കട ഉണ്ട്, ഇവിടെ ബേബി മോൾ എന്ന് പറഞ്ഞത് അവിടെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാസർഗോട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്ന് കയറാൻ തന്നെ കുറച്ച് ദിവസമായി. ഇനിയിപ്പം പറഞ്ഞാൽ നല്ല വൃത്തിക്കൊന്ന് നാട്ടിലെത്തിയിരുന്ന് കയറണം. ബോഡിയിൽ നിന്ന് വിട്ടിട്ട് അത്രയും ലെവലിൽ പുറമേക്ക് നമ്മളെന്താ പറയുക, ഈ ഒരു ലെവലിൽ തന്നെ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. അപ്പം ഇത് ഇന്നുകൊണ്ട് തന്നെ എന്താ പറയുക, ഇന്നുകൊണ്ട് ഇത് കാലിയാക്കിയില്ലെങ്കിൽ നമ്മളെ കാര്യം പറ്റ അബദ്ധമായി പോവും. ഇന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്ത് ഇത് കാലിയാക്കണം. ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇപ്പം പറഞ്ഞതിനോട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു റിവ്യൂ എന്നെ കൊണ്ട് അറിയുന്നത്, എനിക്കറിയുന്നത് ഞാൻ ഇതിൽ പോയിട്ട് പരിചയമുള്ളത് വെച്ചിട്ട് എനിക്കെന്താ പറയുക, ഞാനെന്താ പറയുക ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. ഇപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴി കാണാം. ഏകദേശം ഞങ്ങൾ ഓലപ്പോൾ തന്നെ പറ്റിക്കപ്പെട്ട അവസ്ഥയാണ്. നിത്തു പറമ്പിലൊക്കെ പോയി കുത്തിരിക്കുന്ന, വെറുതെ ഒരു പണിയില്ലാണ്ട്. ഇപ്പം പറഞ്ഞതിനോട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് റിട്ടേൺ ലോഡൊന്നും ആയില്ല. റിട്ടേൺ ലോഡായില്ല പറയട്ടെ, ഞങ്ങൾക്ക് ഇതുവരെ ഇതിൻ്റെ അകത്തുള്ള സാധനം ഇറക്കി തന്നില്ല. സാധനം എന്താ പറയുക, ഇവര് ഇറക്കാനുള്ള സ്ഥലം കണ്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ. എന്നാൽ ഇവരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇറക്കാൻ പറ്റുന്ന വൈകുന്നേരത്തിനുള്ള ഇറക്കാം. അത് ഒരു മൂന്നാമത്തെ ദിവസമാണ്, 3-4 ദിവസമായി ഇപ്പോൾ ഇതേ ഡയലോഗ് തന്നെ പറയുന്നത്. ഞങ്ങളോട് ഹാൾട്ടിങ് ചാർജ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുക, ഹാൾട്ടിങ് ചാർജ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല, ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ആ ചെറിയ പൈസ ഇട്ട് ഞങ്ങൾ 2 പണിക്കാർ എന്ത് ചെയ്യാനാണ്? അതിപ്പം പറഞ്ഞതിലോട്ട് എന്താ പറയുക, ആകെ സീനായി ചൊറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല. ഇതിൻ്റെ അകത്തുള്ള ഈ കുണ്ടൊന്ന് ഇറക്കി കിട്ടിയാൽ പിന്നെ ഞാൻ എന്താക്കി ഇവിടുന്ന് കഴിച്ചിലാകുന്നു. അപ്പോൾ നമ്മളത് അപ്പം പറഞ്ഞാൽ ഇവിടുന്ന് പേരയ്ക്ക വാങ്ങി. ഇത്തുണ്ട് വേറെ വണ്ടിയുടെ അന്ന് നത്തു നോക്കുന്നതിനോട് പുറമേ വെക്കുന്നത് തിരിയുന്നില്ല. ക്യാമറയ്ക്ക് എന്തോ പറ്റി. ഇനി നല്ല റോഡും ക്രോസ് ചെയ്ത് നല്ല പോട്ടെ. സീബ്ര ലൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ റോഡും ക്രോസ് ചെയ്ത് പോകാൻ വെച്ച്. ചിലപ്പോൾ ഈ ലോഡ് തിരിച്ച് കൊണ്ടുപോകുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിനുള്ള എല്ലാ വഴിയും കാണുന്നുണ്ട്. ഇട്ടോ 20 ഉറുപ്പ്യ ഒന്നില്ലേ, ഞാൻ 70 ഉറുപ്പ്യ വാങ്ങി. 70 ഞാൻ ഗൂഗിൾ പേ ചെയ്ത്. അപ്പോൾ നമ്മളടുത്ത് കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഇത്. നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് നിന്ന് വാങ്ങിയതാണ്. അത് നിങ്ങൾ നൈഫിൽ നിന്നോ അല്ലെങ്കിൽ കോടാലിയിൽ നിന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും.
ഇതാണ് നമ്മളെ സാധനം. ഇത് നമുക്കിതാ ബാക്കിലത്തെ ഈ ലോക്ക് ഇവിടെ പ്രസ് ചെയ്ത് ഈ ലോക്ക് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലെയറായിട്ടും പിന്നെ കോടാലിയായിട്ടും ചുറ്റികയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ എന്താ കത്തി, സ്ക്രൂ ഡ്രൈവർ, ആരോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതിൻ്റെ അപ്പുറമുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുള്ള കത്തി മാത്രം. ഇനി നിത്ത് കട്ട് ചെയ്യും. ഇതോ കട്ട് ചെയ്യും. ബാക്കിൽ തന്നെ ലോക്ക് ഇടറാ. അതൊന്നും ഇനി എന്തോന്നു ലാസ്റ്റ് പേരക്ക് തന്നെ കട്ടിയത്. അപ്പോൾ പേരക്ക തിന്നിട്ട് ബാക്കി പേരക്ക നല്ല അടിപൊളി പേരക്കാട്ടോ. ഒരു പേരക്ക കൊണ്ട് ചലിച്ചാണ് വേണ്ടിയില്ല. അടിപൊളി പേര് കേട്ടോ. വെള്ളം വെള്ളമുള്ള പേരക്കല്ലേ? വെള്ളം വേണ്ടാലോ. ഇപ്പം വെള്ളം വേണ്ടല്ല, വെള്ളമുള്ള പേര്. ഞാൻ സാധനം കണക്ക് വേഗം കഴിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുന്ന് പോകാമെന്നുള്ളതൊക്കെ ഒരു തീരുമാനം എടുത്ത്. പക്ഷേ പോകുന്നതിന് ഇനിയിപ്പോൾ ഇവിടുന്ന് എന്താ പറയുക, ഞങ്ങൾക്ക് 3 ദിവസം ഞങ്ങൾ ഇവിടെ കിടന്നതിന് 3 ദിവസം ഹാൾട്ടിങ് ചാർജും പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ബാലൻസ് ഉള്ള പൈസയും കൂടി ഒരു 6000 രൂപ നിലവിൽ ഇവിടം വരെ എത്തി കിട്ടാണ്ട്. അത് ഇതുവരെ ഇവർ തന്നില്ല. ഇവരെല്ലാം തരേണ്ട ഏജൻറ്റാന്ന് തരികയെന്നാണ് പറയുന്നത്. ഏജൻറ്റിനെ വിളിച്ചപ്പോൾ തരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഏജൻറ്റ് ഇതുവരെ പൈസയും കിട്ടുന്നില്ല. അപ്പം പറഞ്ഞതിനോട് ഇവരിന്ന് പിന്നെ പോകേണ്ട മംഗലാപുരം സൈഡിൽ എവിടെയോ ആണ്. അവിടേക്ക് എന്താ പറയുക, അപ്പോൾ 45-50 കിലോമീറ്റർ അല്ലെങ്കിൽ കൂടിപ്പോയി 50 കിലോമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. 50 കിലോമീറ്റർ ആണെന്ന് വെച്ചാൽ 5 രൂപ വാടക പറഞ്ഞിക്ക്. 50 കിലോമീറ്റർ ആണെങ്കിൽ 4 രൂപ പറഞ്ഞിക്ക്. പിന്നെ ഇപ്പോൾ പറഞ്ഞ 80 കിലോമീറ്ററിൻ്റെ മേലെ കിലോമീറ്റർ ഓടുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ ഓൻ തന്നെ തരുന്നു, ഈ പുള്ളിക്കാരൻ തന്നെ തരും എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇപ്പം പറഞ്ഞത് ഈ പുള്ളിക്കാരൻ തരും എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ പറയുക, ആദ്യം ഇവിടം വരെ എത്തിയതിൻ്റെ പൈസ തരും കിട്ടിയില്ല. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ പൈസ ക്ലിയർ ആക്കി എപ്പോൾ തന്നെ നമ്മൾ ഈ വണ്ടി വിടും. പൈസ ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി വിടില്ല എന്ന് പറഞ്ഞു. എടാ മിനിത്തോ മറ്റേ ചങ്ങായി ഏജൻറ്റ് ഷമീർ പറഞ്ഞെന്താ വെച്ചാൽ ഇനിയൊരു കാര്യം ചെയ്തോ, ഇനി പോയിക്കോ, ലോഡ് ഇറക്കി അന്നേരം ഞാൻ പൈസ ഇട്ടിരുന്നു. പക്ഷേ മുത്താറിന് എന്താ പറയുക പറയുന്നത്, ഇവിടുന്ന് എന്തായാലും ഇവിടുന്ന് പോയൊരു വാടക വേണമല്ലോ, ഇവർ തരാനുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസ അവിടെ പെൻഡിങ് ആയിട്ട് നിന്നോട്ടെ. പക്ഷേ ഇതുവരെ ഓടി നമ്മളോട് പറഞ്ഞ വാടക നമ്മളെ ഹാൾട്ടിങ് ചാർജ് എന്തായാലും ഇന്നലെ കിട്ടിയിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി എന്നാ. ഞാനെന്താ പറഞ്ഞുതരാം, അവരുടെ പൈസ ഫുൾ ക്ലിയർ ആക്കി 1000 രൂപ 2000 രൂപ അധികം 1000 2000 രൂപ അതുകൊണ്ടെങ്കിൽ അതൊന്നും വലിയ പൈസ വിഷയമാവില്ല. 6000 രൂപ പറഞ്ഞാൽ അത് വലിയ പൈസ ആയി പോയി. 1000 രൂപ 2000 രൂപ പറഞ്ഞാൽ അത് അത്ര വലിയ പൈസ ആവില്ല. വേറെ 1000 രൂപ 2000 രൂപ അതിനൊന്നും ബുദ്ധിമുട്ടാവില്ല. 6000 രൂപ പറഞ്ഞെങ്കിൽ നിങ്ങൾ 2 പേരിന് ശമ്പളത്തെ കെട്ടാവും. അങ്ങനെ ഞാളെന്താ ഭക്ഷണം കൊടുത്താൽ ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല. 6500 രൂപ ആണെങ്കിൽ 600 രൂപ വെച്ചാൽ ഉണ്ടാവുക. ഇത് 5000 രൂപ ആണെങ്കിൽ ഇപ്പം എത്രയായി? 500 രൂപയ്ക്ക് അങ്ങോട്ട് ഓടിക്കുന്ന വേണ്ടി ആളെ 500 രൂപയ്ക്ക് ആ വണ്ടി അടിച്ച് ആടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു 4 ദിവസം ആയിട്ടാവും. അപ്പം 500 തീരും. ഇതുവരെ ഇന്നിവിടെ നിന്നില്ലേ, ഇതിനിട്ട് പൈസ തരികയില്ല. ഇന്നലെ വരെ നിന്നതിന് മാത്രം പൈസ തരും, ഇന്നിവിടെ നിന്നതിന് പൈസ തരും. അത് പോയി. ഇതെന്താ ഞാളെന്താ തവിട് കൊടുത്ത് വാങ്ങിക്കാൻ തോന്നുന്നു. ഞാനൊരു ചായ കൂടി കുടിച്ചേ. വേഗം പോയി കുടിച്ചു കേട്ടോ.
ഓക്കെ ഗൈസ് ഇപ്പം എങ്ങനെ അതാ ഇവിടുന്ന് എന്താ പറയാ 2 പിള്ളേർമാരെ കാണുമ്പോൾ ഈ മുടിയൊക്കെ വെട്ടി കിട്ടോ എല്ലി കറണ്ട് വെച്ച് കറണ്ട് വെച്ചു കോഴിക്കോടല്ല കാസർഗോഡാണ് ഏതെങ്കിലും കാണുന്നുണ്ടോ ഇല്ല നമ്മളെ മുടിയൊന്നും വെട്ടിയില്ല കേട്ടോ നമ്മളെ പഴയ കോലത്തിൽ തന്നെ കണ്ടില്ലേ നമ്മളിപ്പോ ചങ്ങായിണ്ട് എല്ലാം മുറുക്കുണ്ട് അതിന്റെ പേരെന്താ പറയാ അൻസ് വെക്കുന്നുണ്ട് എല്ലാ സംഭവം ഉണ്ട് നല്ല സുഖല്ലേ കണ്ടില്ല അപവാദം പറയുന്ന ഗായ്സ് അപവാദം നല്ലവനായി നടക്കുന്ന എന്നെ പറ്റി അപവാദം എന്താ ചെയ്യാ ഗായ്സ് കാസർഗോഡ് ഈ പാലക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുവരെ എന്താ പറയാ ഞാൻ കാണുന്ന ഇവിടെ കുറേ സ്കൂൾ ബസ് പോകുന്നു പിന്നെ KSRTC കേട്ടോ തീരെ പ്രൈവറ്റ് ബസ് വളരെ കുറവാണ് ഒറ്റയും തറ്റയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ പോയാൽ മാത്രമേ ഉള്ളൂ എന്താ ലക്കി കർണാടക വണ്ടി കേട്ടോ അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ വണ്ടി ഇതാ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ നിർത്ത് മെല്ലെ ഒരു പമ്പിൽ വന്നിട്ടുണ്ട് പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് നമ്മളെ മെല്ലെ അടുത്ത് എന്താ പറയുക മംഗലാപുരം ഉള്ള ഭാഗത്തേക്കാണ് പോകുന്നത് കറക്റ്റ് ലൊക്കേഷൻ എങ്ങോട്ടാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല കറക്റ്റ് എന്താ പറയുക ഇനി പോയാൽ തന്നെ അറിയുള്ളൂ അതൊക്കെ എന്താ പറയുക ഇനി വഴിയാ കാണാം ഡീസലൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ എല്ലാം നോക്കിയിട്ട് കൂട്ടിട്ട് കൂട്ടുകയാണ് കഴിഞ്ഞു KL 18 സെറ്റ് നമ്മൾ ആ പമ്പിൽ നിന്ന് വല്ല വണ്ടി എടുത്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം വണ്ടി കയറിയിട്ട് കാണാം നമ്മളങ്ങനെ പമ്പിൽ നിന്ന് ഇറങ്ങി കിട്ടൂല എൻ്റെ സൈഡിൽ വണ്ടി വരുന്നുണ്ടോ നോക്കണേ ഇവിടെ വണ്ടി ഒന്നും വരില്ല എൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ടോ അബീസ് അങ്ങനെ നമ്മളിത് അവിടുന്ന് വണ്ടിക്ക് എടുത്ത് എല്ലാം നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം വണ്ടി എടുക്കുന്നത് നിർത്തു കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക സ്വസ്ഥമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാം എന്താടാക്കി ഇന്ന് കണ്ടില്ലേ നമ്മളിത് അങ്ങനെ മുന്നോട്ട് പോകാം കാസർഗോഡല്ലേ നമ്മളിപ്പോൾ കാസർഗോഡ് നിന്ന് ഇതൊക്കെ എടുത്ത് മാറ്റം കിട്ടി കാസർഗോഡ് നിന്ന് അങ്ങോട്ടാ മംഗളൂരേക്കാണ് അന്നേരം നമ്മളെ യാത്ര ഇപ്പോൾ പടുത്തിരിയാ പറഞ്ഞേ പടുത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോകേണ്ട ചെയ്തിരിക്കും ഉടുപ്പി റോഡോ പടുത്തിരി അപ്പം പറഞ്ഞവരോട്ടെ അങ്ങനെ ഒരു സ്ഥലത്താണ് പോകേണ്ടത് എൻ്റെ പരം കൂടി ഇവൻ്റെ ഊക്കി ഒരു ബൈക്കാക്കിട്ടോ ഞാൻ മര്യാദയ്ക്ക് എന്താ പറയുക നല്ലോണം എന്താ പറയുക നല്ലൊരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു എൻ്റെ പരം കൂടി ഇപ്പോൾ വെറും എല്ലാ ചളി സാധനവും കണ്ടൻറ്റാക്കി എടുക്കാനുള്ള ഒരു മൈൻഡിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഇല്ലെങ്കിൽ എന്ത് കണ്ടാലും എന്താ പറയുക എന്തേന്ന് ഇന്നെ പറ്റി പറഞ്ഞാലൊക്കെ കട്ട് ചെയ്ത് കളയുന്ന ഞാനാണ് എന്തിപ്പോൾ എന്നെ പറ്റി പറഞ്ഞാൽ പോലും ഞാനത് കട്ട് ചെയ്യില്ല ഞാൻ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്താൽ പക്ഷെ എന്തായാലേ ചെയ്യുക ഓരോരോ അലവലാദികൾ വണ്ടി കീരി അങ്ങനെയാണ് അലവലാതി പിന്നെ ഇവൻ്റെ ഇതിൻ്റെ ചേട്ടൻ്റെ മോൻ എന്താ ചോട്ടയും കൂടി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അത് നത്തിൻ്റെ തൊട്ട് എന്താണെന്നോ ഏതാണെന്നോ തിരിയാൻ മനസ്സിലാക്കിയോ നിത്ത ചെറുതിനെ പേടിപ്പിക്കാട്ടോ ഓനും വിചാരിക്കുന്നു എൻ്റെ നാട്ടം എത്ര എന്നെ എണ്ണയിലിട്ട് പറക്കുന്നത് ഇല്ലാണ്ടായി പോയോ വയലെടുത്തിരണോ പക്ഷെ നിത്ത് മുടി വെട്ടിയപ്പോ ഒന്നും ലുക്കായില്ലേ കാട്ടുമാക്കാൻ ലുക്കങ്ങ് പോയി അല്ല പറഞ്ഞു മുടി വെട്ടണം ഒരു വെളിച്ചം വെച്ചിപ്പോ പട്ടിണിയാണല്ലോ കർണാടകയിൽ എത്തിയാലും ഞാൻ ഇവിടുന്ന് ലേവിഷായിരുന്നു കർണാടകയിൽ എത്തിയാലും പട്ടിണിയാവും ഇയാടെ ഒന്നും ശരിയാവില്ല മലയാളികളുടെ ഫുഡില്ല
മേലെ റെസ്റ്റോറൻറ്റ് അല്ലാണ്ട് കയറുക KSRTC വരുന്ന നോക്കിയാൽ ഇവിടെ പ്രൈവറ്റ് ബസ്സിനേക്കാട്ടിലും കൂടുതൽ KSRTC തന്നെ കേട്ടോ. കംപ്ലീറ്റ് ഞാൻ ഇതുവരെ കണ്ടതിന് വെച്ച് കാസർഗോഡ് ഫുള്ള് KSRTC വലിയൊരു ഡിപ്പാന്ന് മെല്ലെ ചടിക്ക്. എൻ്റെ പൈസ പെട്ടി വീണോ നോക്കിക്കോണ്ടി. അതല്ലേ ഇന്നലെ മേലെ കയറാന്ന് പറഞ്ഞേ, മേലെ ഇരുന്നോളാ പറഞ്ഞേ. അതിങ്കിപ്പളാ ഓടി പൈസ ഒക്കെ കൊണ്ടുപോയല്ലേ ഒരു കൊണ്ടോയോ? നമ്മളും തന്നെ കണ്ടില്ല. ഉള്ള ബാക്കി അയാൾ കൊണ്ടുപോയില്ലേ? ഇവനെ നമ്പിനാവും പിന്നെ എന്താ ഇവനമ്പേന്റെ ഡയലോഗ് അടിക്കുക. ഇതൊക്കെ എന്താ വെച്ചാല് ലക്ഷങ്ങൾ ഇവിടുന്ന് ഇപ്പം പറഞ്ഞാലോ ഇവിടെ സാധനം ഇട്ട് പരിപാടികൾ തുടങ്ങിയ ലക്ഷങ്ങൾ പോയിന്ന മുതലാത്. വന്നിട്ട് 20 ദിവസങ്ങനായി. തകത്ത് ഒരു 5000 രൂപ തേച്ചെടുക്കാനില്ല. ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു ഇവിടെ ഇത്രയേനു ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു. കാസർഗോഡ് നേരെ ഒറ്റ റോട്ടേ ഉള്ളൂ. കാറുണ്ട് നോക്കാം. തൊപ്പിന്റെ കാറാടാ വെക്കില് സൈഡാക്കട്ടെ. ആണ് കാര്യം തൊപ്പിന്ന് വിളിക്ക്. വിളിക്കടാ, വീഡിയോ ഇറക്കടാ. ഇനി ചവിട്ടോ കേറട്ടെ. ബാഗിലുണ്ടടാ. കണ്ണാടി നോക്കി കണ്ണടക്കുന്ന കൊടുക്കാൻ വേണ്ടി നോക്കി പേടിപ്പിക്കാ. ഇന്ന റോഡ് താഴോട്ട് ബംഗളൂരു. തൊപ്പി നിഞ്ഞേടെ കണ്ട് വണ്ടിയിലാടാ. ബൈക്കിലുണ്ട്, നേരെ ബൈക്കില്. അതിൻ്റെ ഒരു തൊപ്പിയുള്ള സ്റ്റിക്കറും ഞാൻ കാണുന്നില്ലല്ലോ. അത് പോയി നേരെ ബൈക്കിലെത്താടാ. ഫോർച്യൂണർ അതല്ല, അത് പഴയ വണ്ടി ആണല്ലേ. ചിക്കറൊന്നും കണ്ടില്ല. ഞാൻ അവിടെ ട്രാഫിക് ആയിക്കൊണ്ടോ പിന്നെ പറയാണ്ട് മറന്നു വിട്ടുപോയതാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. പഴയ ഫോർച്യൂണർ ആയില്ലേ ഇവൻ്റെ? ഓ മൈ ഗോഡ് ഗൈസ്, തൊപ്പിനെ കണ്ട് വിചാരിച്ച് കണ്ടവര് ഹായ് പറയായിരുന്നു. ചെങ്ങക്ക് ഭാഗ്യല്ല ഗൈസ്. തുള്ളി വെള്ളമുള്ള ചെക്ക തൂക്കിക്കളിക്കോ. എനിക്ക് അച്ഛൻ്റെ പുറം പോയാ പോരെ, ഇപ്പൊ അടത്തൂലേനോ? ഇനി ഇവിടുന്ന് നേരെ അവിടെ വെക്കാം, അവിടെ കൊടുക്കാം. കണ്ണും ഒറ്റ പോകും. കണ്ണൊന്നും ചുമ്മല്ലേ നിത്തോണ്ട് ഒരു കഥയും പോകുമല്ലാത്ത ഒരു വെളിവും വെള്ളിയാഴ്ചല്ലാതെ കൊണ്ടുവരാവേ. ഇവിടെ സൈഡിലൊരു ബസ്സിന്റെ ഒക്കെ വർക്ക്ഷോപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സർവീസ് മൂപ്പരാകൊന്നും വേണ്ട, നടുവ് നിർത്തി അതിന്റെ മോനെ നടുവ് നിർത്തി നമ്മളിതൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തി. വലിയൊരാളാണല്ലോ വിചാരം. സർവീസ് റോഡ് നോക്കിയപ്പോ തന്നെ ഒരു ബസ്സാരനെ തന്തയ്ക്കും തള്ളയ്ക്കുന്നു. അതിനെ വിളിച്ച് നടുവ് ചാടി നിൽക്കുക. ഓനെ ഇടത്തി നോക്കി ആളിറക്കി ഓനെ വിചാരം നമ്മള് വണ്ടി വലിയിലേക്ക് ആളിറക്കി. ഓന് തോന്നി പോയി നമ്മള് പോയിക്കൊണ്ട് വയസ്സായി ഒപ്പര നീ കണ്ണാടി നോക്കി നമ്മള് പാസ് ചെയ്യണ്ടോന്ന് കളിക്കുക.
ഞാൻ പറഞ്ഞു തന്ന കൂട്ട് ഇന്ന് അതിൻ്റെ മനയിനിടയ്ക്ക് മറ്റവനെ തെറി വിളിക്കുന്നത്. വീഡിയോ എടുത്ത് തുടങ്ങി അതിൻ്റെ ഒരു ഫ്ലോ ഒക്കെ പോയി. ഇപ്പം പറഞ്ഞ പോലെ ഗൈസ് നമ്മളിതാ ഇപ്പോൾ ഹൈവേൻ്റെ ഉള്ളിൽ കയറി. ഇപ്പം പറഞ്ഞ ബൈപ്പാസ് കയറി NH നാഷണൽ ഹൈവേ കയറി അങ്ങനെ നേരെ മുന്നോട്ട് പോയിക്കൊണ്ട് കഴിഞ്ഞ് നേരെ മംഗലാപുരം. ഇനി കർണാടക ബോർഡർ കയറുമ്പോഴത്തേക്ക് എന്താ പറയുക, എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ബാക്കി വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഗായ്സ്. നോക്കിയേ ഇതാ ഇവിടുന്ന് ചൗക്കിയിലേക്ക് റൈറ്റ് ആട്ടോ പോവാ. ചൗക്കി ഇതൊക്കെ ഏതാന്നല്ല സ്ഥലം. നോക്കിയേ ഗായ്സ്, ബൈപ്പാസിന് നേരെ സൈഡിൽ നോക്കിയേ തെങ്ങും തോപ്പ്. ഇതൊക്കെ നമ്മളെ കാസർഗോഡ് തന്നെ കേട്ടോ, നല്ല തെങ്ങും തോപ്പ്. ഓക്കെ എടാ ബസ്സല്ലടാ പോട്ടെ. നോക്കിയ ഗൈസ് ഈ വർത്താനൊക്കെ പറയുന്ന അതിന് എന്താ പറയാ ബസ്സിൻ്റെ അകത്ത് മാത്രമേ പോക്കുള്ളൂ. ഇപ്പം പറയല ഈ ലോറിയിൽ പോകുന്നതിനെക്കാട്ടും കൂടുതൽ ബസ്സിൽ ഡ്രൈവറായിട്ട് പോയിട്ടുള്ളവനാണ് ചലിക്കുന്നത്. അത് കേൾക്കുമ്പോഴാ ഇനി ബസ്സിനാ വേണ്ടത്. ഇഷ്ടമായിര നീ പോ. ഈ ഒലക്കെ ഞാൻ ബസ്സിനെ നോക്കി തന്നെ നിൽക്കുക കേട്ടോ. ചിലപ്പോ അതിന്റെ അണ്ടർപാസിനോട് കൂടി അങ്ങോട്ടൊക്കെ പോയാലോ. എന്താ സ്ഥലത്തിന് ധർമ്മം എടുക്കുക എന്തായാലും ധർമ്മത്തെടുക്കാം. ഗായ്സ് ചെറിയ പൊടി മക്കളെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ ബസ്സും കാത്ത് നിൽക്കുന്നുണ്ട്. കുറേ ചേച്ചിമാർ റോഡ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇവൻ ഏതൊരു പെണ്ണിനെ കണ്ടാലും അന്നേരം ഓണടിക്കൂ. നോക്കുന്ന വരും. പൂടുന്നു ഓരോ കാരണമാക്കി മറ്റേ ബസ്സിനെ ബ്ലോക്ക് ഇടാനുള്ള പരിപാടിയല്ലേ. എന്തൊരു ഗതികേടാ നോക്കിയേ. ഇവനാച്ചാല് ബസ്സിൽ പോകുന്ന ഡ്രൈവർ ബസ്സിലോ ലോറിയിലോ ഒക്കെ പോകുന്നവനാ. സ്കൂൾ വിട്ട് മക്കളൊക്കെ അതങ്ങനെ ഓടി ഓടി പോകുന്നുണ്ട്. വൈകുന്നേരം 5 മണിയായോ? അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. 5-6 മണിയായി തോന്നുന്നു. മോനെ ബൈക്കൊക്കെ വരുന്നുണ്ട്. തുപ്പിയിട്ട് എന്താ പറയാ അടി കിട്ടിക്കിന്റെ വാങ്ങേണ്ടിരിട്ടെ. ഞാൻ പറയും ഞാൻ ഇറക്കി കൊടുത്താൽ എന്താ ചെയ്തോ കഴിഞ്ഞു നന്നായി നമ്മളെ സാലെത്തി അമല് വാങ്ങാനുള്ള എടാ LSGA എന്താ ഏകദേശം നമ്മള് എത്തി കിട്ടോ. സ്ഥലവും നിഞ്ച റോഡാ. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പഴയതായാലും ഒരു താറിന് സൈഡ് കൊടുക്കും. എനിക്ക് ഓർമ്മയുണ്ടോ ഒരു താറ് കയറി പോയത്? സൈഡില് സൂര്യനുണ്ട്. നേരെ പോസ്റ്റിൻ്റെ ഉള്ളൊക്കെ ലൈറ്റ് എത്തിയിട്ടുണ്ട്. എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പരിപാടി മാത്രം നടക്കാതെ നമ്മളെന്താ പറയാ കയറ് ഉരുവിട്ട കളയാൻ തുടങ്ങി ഇങ്ങനെ തെക്കും മടക്കും ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തിനൊന്നറിയാത്ത യാത്ര അല്ലേ ഇത്തോ? പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. സ്ഥലം കിട്ടുന്നുണ്ടോ? അതുമില്ല. വേറെ ഒന്നിനുമില്ല.
ആ സർവീസ് റോഡിന് പോയി മറ്റേ ഇതൊക്കെ ടോളൊക്കെ കട്ടായി പോകും. ഇനിയിപ്പോൾ എന്താ പറയാ, മുന്നോട്ട് നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ വരാം. അങ്ങനെയല്ലേ, ഇതൊക്കെ പയണി വീടാ. സെറ്റ് റോഡാ, ഇഷ്ടപ്പെട്ട റോഡാ, ഫുള്ള് വെള്ളം വെച്ച്. ഇതല്ല ഒരിങ്ങനെ വളവ് ഇങ്ങനെ തിരിഞ്ഞവരോട് ഇങ്ങനെ കയറാണ്ട് പിന്നെ 8 വരിപ്പാൽ ഇവിടെ 4 കടന്നു തന്നെയാണോ എന്തെന്ന് നല്ല റോഡാ, സെറ്റ് റോഡാ. എടാ രണ്ടും ഒന്ന് ചെറുതാന്നേ ഉള്ളൂ. ഈ വൈ ഉണ്ടെങ്കിൽ ഇങ്ങനെ റൂട്ട് തന്നെയല്ലേ, വൈ തെറ്റിപ്പോയില്ലാലോ. ഇവിടെ എത്ര വന്ന ലൈസൻസ് ഇല്ലാത്തവരാ അന്ന് തെറ്റി. ബാംഗ്ലൂർ റോഡ് തന്നെ ബാംഗ്ലൂർ റോഡ് ഒരു സംശയക്കുറവ് ഉണ്ടായിരുന്നില്ലേ? 5 ഒരിക്കലും വരില്ല. എന്തോ കഥ, ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കൊണ്ടുവന്നവരാ പോകുന്നത്. ഒരിക്കലും ഈ റോഡ് ഇങ്ങോട്ട് തെറ്റില്ല. ഇനി നമ്മളെ ടോളെത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഏകദേശം എന്താ കുമ്പളക്ക് ഇനി 1 കിലോമീറ്റർ ഉള്ളൂ. കുമ്പളല്ല ഉറങ്ങിയോ? ഉറങ്ങുന്നവരെ കണ്ടെങ്കിൽ അന്ന് പാർവേക്ക് ഒറ്റ അതാണ് നമ്മളെ ബസ്. അതല്ലേ നോക്കിയാ വയസ്സം തന്നെയാന്ന് തോന്നുന്നു. വണ്ടി എടാ, നമ്മളെ മീൻ വണ്ടിയില്ലേനോ ആദ്യത്തെ നമ്മളെ 770 ഭാരത് ബെൻസ്, അതിലിപ്പോ നമ്മളെ ഇവനാണല്ലോ അജുവാണല്ലോ ഉള്ളത്. നമ്മളാദ്യം അജനാസാ നമ്മളാദ്യം യൂണിറ്റി പോയി. ഓനാളെ ഞാൻ അവന്റെ സ്റ്റോറിയിലാണ് കണ്ടത്. വണ്ടി വർഷാപ്പിലായത് നീണ്ട് പരവതാനി പോലെ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന നമ്മളെ റോഡാണ്, കാലി റോഡ്. ബൈപ്പാസിന്റെ ഉള്ളൊന്നും എന്താ പറയുക വലിങ്ങനെ വണ്ടിയോ കാര്യങ്ങളോ നമ്മളെ ചുരുക്കടാക്കാൻ ഒന്നുമില്ല. സർവീസ് റോഡിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനസാഗരം, വണ്ടി സാഗരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വണ്ടികൾ സർവീസ് റോഡ്. ഇപ്പോൾ സർവീസ് റോഡിനോളം വണ്ടിയാണില്ലല്ലേ. ഇത് ഞാള് സർവീസ് റോഡിനോളം ഇരുന്നേരം മാത്രമാണ് ഭയങ്കര വണ്ടി. അലമ്പള് പോയി നിന്നേച്ചാല് പാലോ അതിതല്ല. ഇങ്ങനെതാ നമ്മളിതാ ഇവിടെ ഒരു പാലം കയറി. മുട്ടൻ ഗേറ്റ് എക്സിറ്റ്. മുട്ടൻ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തേക്കുള്ള എക്സിറ്റ് ആട്ടോ നമ്മള് കുറച്ചൊരു മുന്നോട്ട് പോയാൽ. അവിടെയൊക്കെ ബൈപ്പാസ്, അവിടെയൊക്കെ പൂക്കളും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെടിയൊക്കെ നട്ടിക്ക്. വെയിലത്ത് ഇതൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. നനയ്ക്കടാ, വണ്ടിയിൽ ടാങ്കർ വെള്ളം കൊണ്ടുവന്നിക്ക് നനയ്ക്കും. വെള്ളം പോലെ നടുമ്പുള്ള ഇത് കയറിങ് മാത്രമൊന്നല്ല, നല്ല പോലെ ശ്രദ്ധിക്കും. അങ്ങനെ നേരെ ഇരുട്ടി തുടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം പറഞ്ഞാൽ രാത്രി വലിയ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കില്ല. നിങ്ങൾക്ക് അറിയാലോ, രാത്രി നമ്മൾ എൻ്റെ ഫോണിൻ്റെ അത് സാംസങ്ങിൻ്റെ S24-താണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റിൽ വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. പകൽ അത്യാവശ്യം വലിയ ആരും തിരക്കേടില്ല എന്ന് പറയുന്നത്.
ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ലാഗോ അല്ലെങ്കിൽ വലിയ ഇങ്ങനെ കാട്ടൊന്നും അറിയാണ്ട് നമുക്ക് വീഡിയോ എടുക്കാം. സ്റ്റെബിലൈസേഷനൊക്കെ അത്യാവശ്യം ആവശ്യത്തിനുള്ളുണ്ട്. പിന്നെ ഈ ഒരു വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ എന്താണെന്ന് രാത്രി നമുക്ക് അങ്ങനെ തിരിയാൻ നടക്കില്ല. രാത്രി എന്താ പറയുക, ഇപ്പം പറഞ്ഞാൽ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒന്നും തിരിയില്ല. രാത്രി ഫുള്ളൊരു ഗ്രെയിൻസ് വന്ന പോലെ കംപ്ലീറ്റ് ഉണ്ടാവും. നമുക്ക് മാക്സിമം എന്താ പറയുക ലൈറ്റൊക്കെ ഉള്ളടുത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ എന്തെങ്കിലും കണ്ടൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കും. ഇതാ ഉടുപ്പി നേരാ മുംബൈ. അതേ നോട്ടോ ആ ഡയലോഗ് കൂടി വന്നത് തെറ്റാ. അയ്യണ്ടില്ല ഇത് നിത്തുവിന്റെ ഓള് കാണുന്നുണ്ട് വിചാരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇതെന്താ അപ്പൊ ഇനിയിപ്പോ അതാ നിത്തു പാട്ടിടാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ പാട്ടിടാൻ വെച്ചാൽ ഇപ്പം പറഞ്ഞതിലോട്ട് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പം പാട്ടൊക്കെ ഓഫാക്കി എവിടെയെങ്കിലുമൊക്കെ എന്തായാലും ഇരുടായി തുടങ്ങി. ഇനിയിപ്പം വലിയ എന്താ ഇതിലെ കാണാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്ത എന്താ പറയുക ടോളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ. ഏകദേശം ഇരുടായി തുടങ്ങി. നമ്മളതാ ഏരിയ സ്ഥലമൊന്നും കറക്റ്റ് അറിയില്ല. നമുക്ക് ഇവിടം വരെ ഉള്ള എന്താ പറയുക ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടുന്ന് ലൊക്കേഷൻ ഇട്ടേ ഇനി ഇവിടുന്ന് മൂട് ബദിരിക്കാൻ പോകണ്ടേ. ഇനി ഒരു ലൊക്കേഷൻ ഇട്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴി നമുക്ക് വലിയ നിശ്ചയമില്ല. അതുകൊണ്ട് നമുക്ക് പോരാ. ഞങ്ങൾ ഇവിടുന്ന് എന്താ പറയുക എന്തെങ്കിലും കുടിക്കാൻ ഒരു കുപ്പി വെള്ളം ഇതൊക്കെ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക വഴിയെ കാണാം.